എൻ്റെ ഉപ്പ സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഞങ്ങൾ മൂന്ന് മക്കൾക്കും ലെറ്റർ പാഡ് കൊണ്ടുവന്ന് തരും കേട്ടോ. നിങ്ങൾക്ക് ഉപ്പാക്ക് എന്തെങ്കിലുമൊക്കെ ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതി തന്നോ, പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പാഡ് കൊണ്ടുവന്ന് തരും. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ പഠിക്കുകയാണ് ഞാൻ, എനിക്കത് ഓർമ്മയില്ല. ഉപ്പാൻ്റെ അടുത്ത് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ടാവും, പക്ഷെ മലയാളം ഒട്ടും എഴുതാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഉപ്പാൻ്റെ ചിത്രം വരയ്ക്കും, അപ്പുറത്ത് ഉമ്മാൻ്റെ ചിത്രം വരയ്ക്കും, നടുക്ക് എൻ്റെ ചിത്രം വരയ്ക്കും, അപ്പുറത്തും എൻ്റെ താത്താൻ്റെയും ഇക്കാൻ്റെയും പിക്ചർ വരച്ചിട്ട് ഞാൻ ഐ ലവ് മൈ ഫാമിലി എന്ന് എഴുതിയിടും. അത്രേ എനിക്കറിയുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ ആ മെമ്മറീസൊന്നും നമുക്കത് തിരിച്ച് കിട്ടാത്ത ഓരോ ഓർമ്മകളാണല്ലേ. ഇന്ന് വാട്സപ്പ് ഉണ്ട്, IMO, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ട്. പക്ഷെ എന്നാലും ആ ലെറ്ററിൽ എഴുതുണ്ടായിരുന്ന സുഖം അത് ഇപ്പോൾ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അത് കിട്ടണില്ല. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഇന്നത്തെ ടെക്നോളജീസ് ലൈക്ക് വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഇതൊക്കെ നാളെയും ഒരു മെമ്മറീസായി മാറും. സോ നമ്മൾ ഉള്ള ഒരു ലൈഫ് അടിപൊളിയായി ജീവിക്കുക, ഉള്ള ലൈഫിനേക്കാളും ഉള്ള ആ ഒരു ടൈം, നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന ഒരു നിമിഷം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. നമുക്കെല്ലാവർക്കും പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അതൊക്കെ പ്രോബ്ലംസ് നോക്കി ജീവിക്കാൻ നിന്നാൽ നമുക്ക് അതിനൊന്നൊരു ടൈം ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കുക, മാക്സിമം ലൈഫ് അടിപൊളിയാക്കുക, നല്ല രീതിയിൽ ആരെയും ഹേർട്ട് ചെയ്യാതെ ജീവിക്കുക. എത്രത്തോളം മെമ്മറീസ് കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെമ്മറീസ് നമ്മൾ കളക്ട് ചെയ്യുക. ബിക്കോസ് ഇന്നത്തെ ഈ ദിവസവും നാളത്തെ ഒരു മെമ്മറിയായി മാറും. അപ്പോൾ നാളെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാതെ അതിൽ ചില്ല് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കുക.